സംഭവിച്ച 2-ാം തീയതി രാവിലെ ചുണ്ടയിൽ എസ്റ്റേറ്റ് റോഡിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അതൊരു ഓട്ടോറിക്ഷയും ഒരു താറ് ജീപ്പും തമ്മിലായിരുന്നു ആക്സിഡൻറ്റ്. അപ്പോൾ ആ ആക്സിഡൻറ്റിൽ ഓട്ടോറിക്ഷയിൽ ആ ഡ്രൈവറായിട്ടുള്ള ആൾ മരിച്ചിരുന്നു. നവാസ് എന്നാണ് പേര്. അപ്പോൾ സ്ഥലത്ത് പോലീസ് പോയിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്ത് പോയിട്ട് നോക്കുന്ന സമയത്ത് അതിലൊരു അസ്വാഭാവികത തോന്നി ആ ആക്സിഡൻറ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വൈത്തിരിയിൽ ഈ ചുണ്ട ഭാഗത്ത് ഒരു ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരു ടീമുമായിട്ട് ഇവർക്ക് പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആൾ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റി വന്നു. പേഴ്സണൽ എനിമിറ്റിൻ്റെ മുകളിൽ 2 പേര് ജ്യേഷ്ഠനും അനിയനും അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡൻറ്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ CI നടത്തി വരുന്നുണ്ട്. ഇത് മോട്ടീവ് ശരിക്കും അവർ പേഴ്സണൽ എനിമിറ്റിൻ്റെ മുകളിലാണ് അവർ തമ്മിൽ. നേരത്തെ ഗ്രഡ്ജ് ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. അപ്പോൾ ചെറിയതായിട്ട് ഫാമിലി ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ മെയിനായിട്ടുള്ള ഇഷ്യൂ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനസ്സിലാവുന്നത്. അല്ലല്ല, കടകൾ തമ്മിലല്ല, അവർ തമ്മിലുള്ള പേഴ്സണൽ എനിമിറ്റിയാണ്. ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികൾ, അതായത് വാഹനത്തിൽ ഒരാളുണ്ടായിരുന്നു സാർ? അതെ, അത് മറ്റയാൾ 2 പേരും അറിഞ്ഞിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ഒരാൾ അപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷേ ജീപ്പിൻ്റെ എയർ ബാഗ് ഒക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. മുൻപിൽ 2 ആൾ ഇരുന്നാലല്ലേ എയർ ബാഗ് പൊട്ടുള്ളൂ? അതില്ല, എങ്ങനെയായാലും ആ പ്രഷർ വന്നു കഴിഞ്ഞാൽ പൊട്ടുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ തിയററ്റിക്കലി പറയാൻ ആളല്ല, എങ്കിലും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഒരാളെ എഴുതിയിട്ടുള്ളൂ. ആ മേഖലയിൽ ലഹരി കച്ചവടം വ്യാപകമാണ്, അതിന് ഇവർക്ക് പങ്കുണ്ടെന്നുള്ള തരത്തിൽ പറയപ്പെടുന്നുണ്ട്. അതിൽ ഇത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുള്ളൂ. അത് നമുക്ക് അന്നേരം മാത്രമേ ഇൻഫർമേഷൻ പറയാൻ പറ്റൂ. ഗൂഢാലോചനയിൽ ഇവർ 2 മാത്രമേ ഉള്ളൂ. ഇപ്പം അത്രേ മനസ്സിലായിട്ടുള്ളൂ. ബാക്കി അന്വേഷണം നടന്നു വരുന്നുണ്ട്. ഇല്ല, വിളിച്ചു വരുത്തിയത് ആയിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. ഈവൻ അനിയൻ ഏട്ടനെ ഇങ്ങനെ പാസ് ചെയ്യുന്നുള്ള അങ്ങനെ എന്തെങ്കിലും? അതെ, പോകുന്ന മൂവ്മെന്റ് വാച്ച് ചെയ്ത് നിൽക്കേണ്ടായിരുന്നു. മൂവ്മെന്റ് കൊടുത്ത് ഇൻഫർമേഷൻ കൊടുത്താണ് മനസ്സിലാവുന്നുണ്ട്. ദിവസങ്ങളായിട്ട് ഇവർ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ? ഇല്ല, അത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടുള്ള എനിമിറ്റിയാണെന്നാണ് മനസ്സിലാവുന്നത്. അതെ, കൊലപാതകത്തിൽ ഇല്ല, ഇപ്പോഴത്തെ ഇല്ല. അത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട്. പ്രൊസീജിയർ ഇപ്പോൾ എന്താ? അത് അറസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മർഡർ കേസ്, മർഡറാണ്. വേറെ എന്തെങ്കിലും മർഡർ, അതിൻ്റെ അപ്പാർട്ട്മെൻറ്റ് തെളിവെടുപ്പ് നടന്ന് CI ആണ് അന്വേഷിക്കുന്നത്. അല്ല, ബാക്കി ഇൻവെസ്റ്റിഗേഷൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്.